ഗതികെട്ട പുലി പുല്ലു തിന്നു, പുല്ലു തിന്ന പുലിക്കുന്ന പുലിവാല്. ജാനകിയുടെ ആരെങ്കിലും ഉണ്ടോ? അപ്പൊ നിങ്ങൾക്ക് അവനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അല്ലേ? ആളെ കൊല്ലല്ലാതെ വേറെ എന്തെങ്കിലും പണി വരുമോ സാർ? അവനൊരു പാവം പയ്യനാ സാറേ. നിങ്ങൾക്ക് അവനെ ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു അല്ലേ? അവനെ എല്ലാവർക്കും ഇഷ്ടപ്പെടും സാർ. ഇന്നലെ ഞങ്ങൾ ഫുൾ പ്രിപ്പയർഡ് ആയിരുന്നു. സാറിൻ്റെ മോളവൻ എന്ത് ഇഷ്ടമാണെന്ന് അറിയോ? അവനവൻ്റെ അമ്മയെ നോക്കണതാണ് സാർ. സാറിൻ്റെ മോളവൻ പൊന്നു പോലെ നോക്കും. നിങ്ങളെനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എൻ്റെ പണം സാറിൻ്റെ പണം ഞങ്ങൾ തരും. അതിപ്പോൾ ആരെ കൊന്നിട്ടായാലും. മനീഷ് നല്ല പയ്യനാ, മിടുക്കന. ചേട്ടാ, അമ്മയെ റൂമിലേക്ക് മാറ്റി കേട്ടോ. ആ പിന്നെ ജീന വിളിച്ചായിരുന്നു. അവളുടെ ഡാഡി ഞങ്ങളുടെ കല്യാണത്തിന് സമ്മതിച്ചെന്ന്. ഓ കലക്കിലോ. പിന്നെ അപ്പൊ എന്തായാലും ഇന്ന് നമുക്കൊന്ന് സെലിബ്രേറ്റ് ചെയ്യണ്ടേ? പൊളിക്കാം നമുക്ക്. അപ്പൊ കിരിച്ചേട്ടനോടും കൂടെ ഒന്ന് പറഞ്ഞേക്കെ. ഓ ശരി ശരി ശരി, ഞാൻ തിരിച്ചെത്തിയിട്ട് വിളിക്കാം. ഓ എടോ, ആ ശ്രീകുമാർ സാർ തങ്കപ്പെട്ട മനുഷ്യനാടോ. ആള് കല്യാണത്തിന് സമ്മതിച്ചു. ആണോ? ആ, അവന്റെ അമ്മയും സുഖായി. പിള്ളേര് ഭയങ്കര ഹാപ്പി ആട്ടോ. കല്യാണം രസമുള്ള പരിപാടിയല്ലേ? കഴിച്ചു നോക്ക്. കല്യാണത്തിന്റെ കാര്യം പറഞ്ഞേ ഉള്ളൂ. എന്റെ ഭാര്യ. ആ ഹലോ, എന്തൊക്കെയുണ്ട്? ചേട്ടൻ എവിടെയാ? എന്താ വിളിച്ചിട്ട് എടുക്കാത്തെ? ഞാനേ ഭയങ്കര തിരക്കായി പോയി. നീ പറ, എന്തൊക്കെയുണ്ട് വിശേഷം? എനിക്ക് കാണാൻ തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴാണൊന്ന് ഫ്രീ ആയത്? ഞാൻ എന്തായാലും നാളെ അങ്ങോട്ട് വരാം. വിളിച്ചിട്ടെ. വരണേ. ശരി. ഭയങ്കര റൊമാൻറ്റിക് ആണല്ലോടോ. ഭാര്യയുടെ പേര് മോളൂന്ന്. ഇല്ല, അതെന്റെ മൊബൈൽ എടുത്ത് അവളെ സേവ് ചെയ്ത് വെച്ചാ. ശരിക്കും കല്യാണം ഒരു കലക്കം പരിപാടിയാണ് അല്ലേ? കാറ്റും കൊണ്ടിരിക്കുക ആശാര്. ക്ലീറ്റസേ, നിന്നെ ഇപ്പൊ കാണാൻ കിട്ടുന്നില്ലോടെ. ഓ, നമ്മളിവിടെ കാറോടെ. കാർ ഞാൻ വിറ്റ് ജീവിച്ചു പോയിക്കോട്ടെ. ഉവ്വ നിങ്ങൾ പൂത്ത കാശുണ്ടാക്കിയവരൊക്കെ നാട്ടുകാർക്ക് മൊത്തം അറിയാം. നാട്ടുകാരൊക്കെ അറിഞ്ഞോ? പിന്നെ നമ്മൾ തമ്മിൽ ചില പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു, അത് വിട്ടുകളാ. എടാ, ഫണ്ട് ഓവർഫ്ലോ കുറച്ച് ഇങ്ങോട്ട് പലിശാരാടാ. നീ പൊക്കോ, കുറച്ച് സന്തോഷിച്ചിരിക്കുക. അതെ, പോട്ടെടാ ക്ലീറ്റസേ. ശരിയെന്നാ. ഒരു ഉളുപ്പില്ലാത്ത നാറികളല്ലേ. പലിശയുടെ പലിശയും കൊണ്ട് ഉണ്ടാക്കിയ കാശാ. ലീറ്റസ്, അല്ല സാർ, ബൈക്കുണ്ട്. അയാൾ പുറകെ വന്നാൽ മതി. തങ്കർ പിന്നല്ലോ. ഓ, വരൂല്ലേ? വരാം.
ഞാനൊന്ന് മര്യാദയ്ക്ക് ഉറങ്ങിയിട്ട് എത്ര നാളായെന്നറിയും. ആലോചിക്കാൻ കുറച്ച് സമയം തന്നിരുന്നെങ്കിൽ ഞാൻ എൻ്റെ മകളെ അവന് തന്നെ കൊടുത്തേനെ. പക്ഷെ ഞാനൊന്ന് എതിർത്തപ്പോഴേക്കും ഹീസ് എ ബോൺ ക്രിമിനൽ. അല്ലെങ്കിൽ എന്നോടും എൻ്റെ മകളോടും അവനിത് ചെയ്യില്ലായിരുന്നു. Bastard. $1 കോടി അവൻ എന്നോട് ചോദിച്ചത്. എന്തിനാ? ബ്ലാക്ക് മെയിലിംഗ്. കഴിഞ്ഞ 1 മാസമായിട്ട് അവൻ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുക. സഹിക്കാൻ പറ്റാത്ത ടോർച്ചറിങ് ആണ്. ഈ പെൻഡ്രൈവ് അവൻ എനിക്ക് തന്നതിന് ശേഷം ഇതിലെന്താ? അതിലെന്തോ വീഡിയോ ആണ്. അവൻ്റെയും എൻ്റെ മോളുടെയും. സാറിനത് മോളോട് പറഞ്ഞോടെ? അവള് പിന്നെ അത് മനീഷിനോട് ചോദിച്ചാൽ ആ പെൻഡ്രൈവിലുള്ളത് ലോകം മുഴുവൻ കാണും. അവനത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. സാർ, സർ ഞങ്ങളിപ്പോ പ്ലീസ്. എടി നീ എവിടെത്തി? വേഗം വാ. വാങ്ങാനുണ്ടോ? ഒന്നും വാങ്ങണ്ട, നീ വേഗം നീ എത്തിയാ മതി. ശരി ശരി. ഇവളെത്തി. എന്താ ചേട്ടന്മാരെ പ്രശ്നം? ചേട്ടന്മാരെ നിങ്ങൾ എന്തായി കാണിക്കുന്നേ? എന്തിനാ എന്നെ അടിക്കുന്നതെന്ന് നിങ്ങൾ കാര്യം പറ. ബ്ലാക്ക്മെയിൽ ചെയ്യണോ?